കേരള സൈക്ലിംഗ് താരമായ അജ്മൽ സ്പോർട്സ് കോട്ടയിലാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ BA-ക്ക് ചേർന്നത്. യൂണിവേഴ്സിറ്റി മീറ്റിന് പോയതിനാൽ ഒരു സെമസ്റ്റർ പരീക്ഷ നഷ്ടമായി. പ്രത്യേക അനുമതിയോടെ പരീക്ഷ എഴുതാനെത്തിയ ദിവസമാണ് പ്രകടനത്തിനിറങ്ങാൻ SFI-ക്കാർ വിളിക്കുന്നത്. ചെല്ലാത്തതിന് തല്ല്. ഇനി കോളേജിലേക്ക് വരരുതെന്ന് ഭീഷണി. പേടിച്ച് കോളേജിൽ പോകാതിരുന്ന അജ്മൽ ദേശീയ മീറ്റിന് പങ്കെടുക്കാൻ അനുമതി പത്രത്തിനും പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിനുമായി CPM നേതാക്കളെ കണ്ട ശേഷമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വീണ്ടും കോളേജിലെത്തുന്നത്. CPM-ന്റെ നേതാവായ ശിവൻകുട്ടി സഖാവിന്റെ തന്നെ അനുവാദം വാങ്ങിച്ച് ശിവൻകുട്ടി സഖാവ് SFI ജില്ലാ സെക്രട്ടറി പ്രതിനെ വിളിച്ച് പറഞ്ഞ് പ്രതിനെ ഞാൻ പോയി കണ്ട് പ്രതിൻ എന്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല, കോളേജിൽ കയറിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഉറപ്പ് തന്ന് ഞാൻ കോളേജ് തന്നെയാണ്. കോളേജിൽ ചെന്ന് എന്നെ ക്രൂരമായി മനുഷ്യനെ അടിക്കാവുന്ന രീതിയിലല്ല, അല്ലാത്ത രീതിയിൽ എന്നെ അടിച്ച് ഞാൻ ബോധരഹിതനായി കിടന്ന എന്നെ അവിടുത്തെ 2 വിദ്യാർത്ഥികളാണ് എന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. 3 ആഴ്ച അജ്മൽ ആശുപത്രിയിൽ കിടന്നു. ആയുർവേദ ചികിത്സ ഇപ്പോഴും തുടരുന്നു. പക്ഷേ ഇനിയും സൈക്ലിംഗ് പരിശീലനം തുടങ്ങാനായിട്ടില്ല. പോലീസിനും വൈസ് ചാൻസലർക്കും ഗവർണർക്കും കൊടുത്ത പരാതികളിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇനി എനിക്ക് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. മുട്ടിന് എനിക്ക് കംപ്ലൈന്റ് ആണ്, എഴുന്നേക്കാൻ പറ്റത്തില്ല. എന്റെ പഠിത്തവും എന്റെ സ്പോർട്സും എല്ലാം നിലച്ചിരിക്കുകയാണ്. CPM-നെ പല നേതാക്കന്മാരെ പോയി കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ SFI-യോട് നിനക്ക് സഹകരിച്ച് പോകാൻ പറ്റത്തില്ലെങ്കിൽ നീ അതിനകത്ത് പഠിക്കണ്ട, TC വാങ്ങിച്ച് പോകണം. SFI കോട്ടയായി അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പലതും ഇരകളുടെ ഭയം കൊണ്ട് മാത്രമാണ് പുറത്തു വരാത്തതെന്ന് അജ്മലിന്റെ അനുഭവം വിളിച്ചു പറയുന്നു. ഷൈജു ചാവശ്ശേരിക്കൊപ്പം J. മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.